ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ വരുണും സുവർണയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം ഇപ്പം തന്നെ ഗോവിന്ദേട്ടനോട് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഡീല് നടക്കില്ല. അത് തന്നെ ചെയ്യണം. ഞാൻ രക്ഷപ്പെടും. എനിക്ക് രക്ഷപ്പെടാനൊരു വഴിയാ. താങ്ക് യു സുവർണ, താങ്ക് യു സോ മച്ച് എന്നും പറഞ്ഞുകൊണ്ട് വരുൺ അകത്തേക്ക് പോവുക. ഈ സമയം അവിടെ രഘുറാം ഞാനപ്പോൾ ഇതിൽ സൈൻ ചെയ്യുവാണേ എന്നും പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്തതുകൊണ്ട് വരുണിന് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം തൊലഞ്ഞു. സൈൻ ചെയ്യുന്നതിന് മുമ്പ് പറയാമെന്ന് വിചാരിച്ചാണല്ലോ അകത്തേക്ക് വന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അജാസ് വരുണിനെ തുറച്ചു നോക്കുക. സുവർണയുടെ അടുത്ത് നിന്ന് എന്തോ രഹസ്യം അറിഞ്ഞിട്ട് വരുൺ വന്ന് നിൽക്കുവാണെന്ന് അജാസിന് മനസ്സിലായി. ഈ സമയം രഘുറാമും അവർണികയും സൈൻ ചെയ്തു. അതിനുശേഷം അപ്പോൾ ഈ ഡീലൊക്കെ ഓക്കെ. ഈ സമയം രഘുറാം പറയുക, ഇനി ബാക്കിയുള്ള കാര്യം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകായിരുന്നു. അത് കേട്ടത് എന്നാൽ പിന്നെ നമുക്ക് എൻ്റെ ക്യാബിനിലേക്ക് ഇരിക്കാം എന്നു ജോസഫ് ഏട്ടൻ. ഈ സമയം അവർണിക എഴുന്നേറ്റ് ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെന്നു. സാർ എൻ്റെ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവനും കൂടി രക്ഷിച്ചത്. എൻ്റെ ജീവിതമായിരുന്നു പാഴായി പോയിരുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡ് ജയിലിലായതുകൊണ്ട് ഞാൻ ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് സാറിൻ്റെ മുൻപിൽ വന്ന് ഇത്രയും കേൺ അപേക്ഷിക്കേണ്ടി വന്നത്. സോറി സാർ, ഞങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. എന്ത് ബുദ്ധിമുട്ട് അവർണിക? ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവർണികയുടെ കമ്പനി ഞങ്ങൾ പൊന്നു പോലെ നോക്കും. എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തല്ലോ. ഇനി ധൈര്യമായിട്ട് പോയിട്ട് വാ. പോയി ഹസ്ബൻഡിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അവർണികയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം അവരങ്ങ് പോയി. അപ്പോൾ വരുണിൻ്റെ കയ്യിലേക്ക് ആ ഫയൽ വെച്ച് കൊടുക്കുക ഗോവിന്ദ്. വരുൺ, ഇനി നീ വേണം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ. എടാ, നിനക്ക് ടാലൻ്റ് ഉണ്ടെന്ന് തെളിയിക്കാനുള്ളൊരു അവസരമാണ്. ഈ അവസരം നീ ആയിട്ട് പാഴാക്കരുത്, മനസ്സിലായല്ലോ? നന്നായിട്ട് പ്രവർത്തിക്കണം. അത് കേട്ടതും വരുണ ഫയൽ മേടിച്ച് നോക്കിയിട്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും ഇതൊക്കെ തകർക്കാമെന്ന് വിചാരിച്ച് വന്നതാ. അത് വലിയൊരു ഇതായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് നേരെ സുവർണയുടെ അടുത്തേക്ക് പോവുക. എന്തായി വരുൺ സാർ, കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിച്ചോ? ഇല്ല സുവർണ, ഒന്നും പറയാൻ പറ്റില്ല. അതിനു മുമ്പ് അവരതിൽ സൈൻ ചെയ്തു എഗ്രിമെൻറ്റിൽ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും വരുൺ സാർ? ഇത്രയും നല്ലൊരു തെളിവ് കിട്ടിയിട്ടും ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞത് വലിയ കഷ്ടമല്ലേ? അതെ സുവർണ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. അത് മാത്രമല്ല, ഞാൻ എന്ത് പറഞ്ഞാലും ഗോവിന്ദേട്ടൻ വിശ്വസിക്കത്തുമില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കിത് രാധിക മാമിനോട് പറഞ്ഞാലോ? അത് സുവർണ പറഞ്ഞത് നല്ല ഐഡിയ. അമ്മയോട് പറഞ്ഞ അമ്മയായിട്ട് ചിലപ്പോൾ ഇത് ഗോവിന്ദേട്ടനോട് പറയും. അമ്മ പറഞ്ഞാൽ ഗോവിന്ദേട്ടൻ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇത് രാധിക മാമിനോട് പറ. അങ്ങനെയാണെങ്കിൽ രാധിക മാം ഇടപെട്ട് ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും. അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ. ഇത് കേട്ടതും വരുൺ നേരെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ്. ഗീതു ആ രജിസ്റ്റർ ഓഫീസിലെത്തി. അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് തരാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? അത് ചോദിക്കാൻ നിങ്ങളാരാ എന്നും രജിസ്റ്റർ ഓഫീസറിൻ്റെ സംസാരം കേട്ട് ഗീതു ദേഷ്യത്തോടെ, ഞാൻ ആരോ ആയിക്കോട്ടെ, എന്നാൽ ശരി, വിജയലക്ഷ്മിയുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം എന്നും അയാൾ ചോദിക്കുക. പ്രത്യേകിച്ച് എനിക്കൊരു ബന്ധവും ഇല്ല. അങ്ങനെ ഒരു ബന്ധം ഇല്ലെങ്കിൽ പിന്നെ വഴി കൂടെ പോകുന്നവർക്കും വരുന്നവർക്കും എനിക്ക് അവരുടെ രജിസ്റ്റർ ഇതെടുത്ത് കൊടുക്കാൻ പറ്റും, ആധാരം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക്. അല്ലാതെ ഇങ്ങനെ ഇട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ആരാണെന്നറിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ആ പേപ്പർ തരുമോ എന്നും ഗീതു ചോദിക്കുക. മേഡം നിങ്ങൾ ആദ്യം ആരാണെന്ന് പറ, എന്നിട്ട് ഞാൻ പേപ്പർ തരണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. അത് കേട്ടതും ഞാൻ അറയ്ക്കലിലെ AGM ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോവിന്ദ് മാധവൻ്റെ വൈഫ് ഗീതാഞ്ജലിയാണ്. അത് കേട്ടതും രജിസ്റ്റർ ഓഫീസർ ഇരുന്നടുത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. അയാളുടെ കൈകാൽ വിറയ്ക്കാൻ തുടങ്ങി. മേഡം, സോറി മേഡം, ഞാൻ ആളാരാണെന്നറിയാതെ. അപ്പോൾ ഗീതുവിന് സന്തോഷമായി. എന്നോട് സോറി ഒന്നും പറയണ്ട, ആളാരാണെന്നറിയാതെയല്ലേ നിങ്ങളവിടെ ഇരിക്കേ. എനിക്ക് ഞാൻ ചോദിച്ചത് കിട്ടണം, എന്നാലേ എനിക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടും. അല്ല മേഡം എന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്? അതെ, എനിക്ക് ഈ പഴയ തറവാടുകളോടൊക്കെ വലിയ താല്പര്യം കൂടുതലാണ്. അപ്പോൾ വിജയലക്ഷ്മി മേഡത്തിൻ്റെ പ്രോപ്പർട്ടി ഞാൻ കണ്ടു. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചിട്ട് എനിക്കത് മേടിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വന്ന് ചോദിച്ചത്. അത് കേട്ടതും, അല്ല അങ്ങനെയാണെങ്കിൽ അത് വിജയലക്ഷ്മിയോട് നേരിട്ട് ചോദിച്ചാൽ പോരെ? ഇവിടെ വന്ന് ആധാരം അന്വേഷിക്കുന്നത് എന്തിനാ? ആധാരം നോക്കി ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാനത് മേടിക്കും. അവരോട് ചോദിച്ചാലൊക്കെ അവരവരുടെ വീട് നല്ലതാണ്, അതിനൊരു കുഴപ്പമില്ലെന്നൊക്കെയല്ലേ പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ ഒരു ഡയലോഗ് വിടുക. ഇത് കേട്ടതും നമ്മുടെ രജിസ്റ്റർ ഓഫീസർ, അല്ല എന്നാൽ പിന്നെ ഞാനൊരു സത്യം പറയാം, മേഡം ആയതുകൊണ്ടാണ് ഞാനിത് തുറന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ 10 വർഷമായിട്ട് കരം പോലും അടയ്ക്കാത്ത ഒരു ആധാരമാണ്
എൻ്റെ കയ്യിലിരിക്കുന്ന പൊടി പിടിച്ചെവിടെയോ കിടപ്പുണ്ട്. അതിന് തേടിയെടുക്കണമെങ്കിൽ ഏറി വന്ന ഒരാഴ്ചയെങ്കിലും വേണ്ടി വരും മാഡം. ഒരാഴ്ചയോ? അതെ, അത് നോക്കാറ് പോലും ഇല്ലല്ലോ, കരം അടയ്ക്കുന്നില്ല, അതിനെ അന്വേഷിക്കുന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് അതിങ്ങനെ ഒരു ഇതുമില്ലാണ്ട് ഇട്ടിരിക്കുന്നത്. ആണോ? അപ്പോൾ ഒന്ന് തേടിത്തരാൻ പറ്റുമോ? ഏയ്, അന്വേഷിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ക്ലാർക്ക് ഇന്ന് ലീവാണല്ലോ. അയാൾ ലീവായതുകൊണ്ട് അത് തേടിയെടുക്കാനും പറ്റില്ല. അതുകൊണ്ട് മാഡം ഒരു കാര്യം ചെയ്യും, മാഡത്തിൻ്റെ വാട്സപ്പ് നമ്പർ എനിക്ക് താ, ഞാൻ അതിലേക്ക് അയച്ചു വിട്ടേക്കാം. മാഡം ഇനി രജിസ്റ്റർ ഓഫീസൊന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ശരി, എനിക്ക് പെട്ടെന്ന് തന്നെ തരണേ. അത് കേട്ടത് ഞാൻ തരാം മാഡം, മാഡം നമ്പർ താ. അപ്പോൾ ഗീതു നമ്പർ കൊടുക്കുക. നമ്പർ മേടിച്ചിട്ട് അയാൾ ശരി മാഡം, അത് കിട്ടിയാലുടനെ ഞാൻ മാഡത്തിന് അയച്ചു വിട്ടേക്കാം. മാഡം ടെൻഷനൊന്നും അടിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോ, ഞാനുണ്ട്, ഞാൻ അയച്ചു തന്നേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ പറയണം. ഇത് കേട്ടതും അയാളെ വിശ്വസിച്ച് ഗീതു പുറത്തേക്ക് പോയി. ഗീതു പോയി കഴിഞ്ഞതും അയാൾ ഫോൺ എടുത്ത് ഒരാളെ വിളിക്കുക. അത് വേറെ ആരും ആയിരുന്നില്ല, രാധികയായിരുന്നു. മാഡം, എന്താടോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താടോ? എന്ത് പറ്റി? വിജയലക്ഷ്മിയുടെ ആ ഒരു തറവാട് പ്രോപ്പർട്ടി ഉണ്ടല്ലോ. ഉണ്ട്. ആ പ്രോപ്പർട്ടിയുടെ ആധാരത്തെക്കുറിച്ച് അന്വേഷിച്ച് നിങ്ങളുടെ മരുമോൾ ഇവിടെ വന്നിരുന്നു. അത് കേട്ടതും രാധിക ഞെട്ടി. എന്ത്? ഗീതാഞ്ജലിയോ? അതെ മാഡം, ഗീതാഞ്ജലിയാ ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് ആ ആധാരത്തിനെക്കുറിച്ചും ആ തറവാടിനെക്കുറിച്ചും അന്വേഷിച്ചു. എന്നിട്ട് നിങ്ങളെന്ത് പറഞ്ഞു? മാഡം ഒന്നും പറയാൻ പാടില്ല എന്നും പിന്നെ ആ ആധാരത്തിൻ്റെ കാര്യം രഹസ്യമായിരിക്കണമെന്നും എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാനായതുകൊണ്ടൊന്നും പറഞ്ഞില്ല. അവർ കളക്ടർ ഓഫീസിലോ ഇ ഡി ഓഫീസിലോ ചെന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാഡം സൂക്ഷിക്കണം. എൻ്റെ ജോലിയും പോകും, ഞാനും ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് മാഡം. കാരണം എൻ്റെ ജോലി പോകാൻ ഇടയാകരുത്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. താൻ ധൈര്യമായിട്ടിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ആ ആധാരം ഞാനും താനും അല്ലാതെ മറ്റൊരാളുടെ കയ്യിലും കൈമാറാൻ പാടില്ല. അതെ മാഡം, എനിക്കതറിയാം. മാഡം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ ആ ആധാരത്തിൻ്റെ കരം അടച്ചിട്ടില്ല എന്നും പറഞ്ഞ് 10 വർഷം പോലും കരം അടയ്ക്കാതെ വെച്ചിരിക്കുന്ന ആധാരമാണെന്നും പറഞ്ഞ് ഞാനത് മാറ്റിയിട്ടിരിക്കുന്നത്. എന്തായാലും മാഡത്തിൻ്റെ വാക്ക് ഞാൻ കേൾക്കും. ഇനി എങ്ങാനും അവൾ അന്വേഷിച്ച് വന്നാൽ അവളുടെ കയ്യിൽ കൊടുക്കണ്ട. അല്ല മാഡം, ഇനിയും ആ കുട്ടി അന്വേഷിച്ച് വരുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ അന്വേഷണം ഞാൻ ഇതോടുകൂടെ അവസാനിപ്പിച്ചോളാം, താൻ ധൈര്യമായിട്ടിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സമയം രാധിക ആലോചിക്കുക, ഈശ്വര, അങ്ങനെ അവൾ ആ തറവാടുമായിട്ട് എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞ് രാധിക വീണ്ടും ഫോൺ വിളിക്കാതെ വിജയലക്ഷ്മി ഒക്കെ അവിടെ പ്രോപ്പർട്ടി ഉള്ളത് അവളെങ്ങനെ അറിഞ്ഞു? അത് പിന്നെ മാഡം, ഇവിടുത്തെ കൗൺസിലറുമായിട്ട് ഗീതാഞ്ജലിക്ക് എന്തോ ബന്ധമുണ്ട്. അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാന്ന് തോന്നുന്നു. അങ്ങനെ അറിഞ്ഞതാന്ന് ആ കുട്ടി പറഞ്ഞത്. ആണോ? അപ്പോൾ സൂക്ഷിക്കണമല്ലോടോ. സൂക്ഷിക്കണം മാഡം. ശരി ശരി, താൻ വെച്ചോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഓഹോ, അപ്പോൾ അവളുടെ അന്വേഷണം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ച് അവളെ എവിടം വരെ പോകുമെന്ന് നോക്കല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാധിക അവിടെ സോഫയിൽ പോയി ഇരിക്കുക. അപ്പോഴേക്കും വരുണും സുവർണ അങ്ങ് വന്നു. അമ്മേ എന്നും പറഞ്ഞ വരുണിൻ്റെ വിളി. എന്താടാ? അമ്മേ, ആ രഘുറാമിൻ്റെ കമ്പനി നമ്മൾ ഏറ്റെടുത്തു അമ്മേ. അതിനെന്താ, അത് നല്ലൊരു കാര്യമാണെന്നല്ലേ ഗോവിന്ദ് പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ വാക്കങ്ങ് കേട്ടാൽ മതി. അവൻ പറയുന്നത് പോലെ അനുസരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി. അതല്ല അമ്മേ പ്രശ്നം. പിന്നെ എന്താടാ പ്രശ്നം? ഗീതുവും രഘുറാമും കൂടെ എന്തോ വലിയൊരു ബന്ധമുണ്ട്. ആ ബന്ധം വെച്ചാ ഗീതു ഇന്ന് അവർക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞ് ആ കമ്പനി ഗോവിന്ദേട്ടനെ കൊണ്ട് മേടിപ്പിച്ചത്. എന്തൊക്കെയാടാ നീ പറയുന്നത്? രഘുറാം മാധവേട്ടൻ്റെ കൂട്ടുകാരനാ. അങ്ങനെയുള്ളപ്പോൾ ഗീതുവിന് എങ്ങനെയാ അവരുമായിട്ട് ബന്ധം? അത് അമ്മയോട് പറഞ്ഞ അമ്മ വിശ്വസിക്കില്ലെന്നറിയാം. അതുകൊണ്ടാണ് തെളിവ് സഹിതം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അമ്മ ഇതൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ആ വീഡിയോ രാധികയെ കാണിച്ചു കൊടുക്കുക. അത് കണ്ടതും ആകെ പേടിച്ച് ഞെട്ടലോടെയും സന്തോഷത്തോടെയും രാധിക മതി, ഇത് മാത്രം മതി എന്നും നമ്മുടെ എന്താ പറയുക മറ്റേ റിംഗ് മാസ്റ്റർ സിനിമയിൽ പറയുന്ന പോലെ രാധിക പറയുവാണ് കേട്ടോ. എന്താ അമ്മേ, അപ്പോൾ ഈ ഒരു തെളിവ് അവൾക്കും രഘുറാമിനും എന്തോ ഒരു ബന്ധമുണ്ടല്ലേ? എന്തോ ഒരു ബന്ധമല്ല, അത് വലിയൊരു ബന്ധം അമ്മേ. എടാ നീ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നത് പോലെ പറ. അതെന്താന്ന് വെച്ചാൽ ഗീതാഞ്ജലി അവളുടെ കാമുകനെ രക്ഷിക്കാൻ വേണ്ടിയാ ഈ ഒരു ഡീല് ഗോവിന്ദേട്ടനെ കൊണ്ട് ചെയ്യിച്ചത്. കാമുകനെ രക്ഷിക്കാനോ? അതിന് കിഷോറും അവർണികയുമായിട്ട് എന്താ ബന്ധം? എൻ്റെ അമ്മേ, അവളുടെ കാമുകനായ കിഷോറാണ് അവർണികയുടെ ഭർത്താവ്. അവനിപ്പോൾ മയക്കമരുന്നിന് അടിമയാണെന്ന് പറഞ്ഞ് പോലീസുകാരുടെ കസ്റ്റഡിയിലാണ്. അവരുടെ കയ്യിൽ നിന്നും അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർണിക ഇവിടെ എത്തിയതും അവർണിക ഗീതുവിനെ കണ്ട് സംസാരിച്ചതും ഗീതു അവർക്ക് വേണ്ടി ഗോവിന്ദേട്ടനോട് വാദിച്ചതും ഒക്കെ. അതൊന്നും അറിയാതെ
പാവം ഗോവിന്ദേട്ടൻ ആ ഡീല് ഓക്കെ ആക്കി എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് ക്യാഷ് കൊടുക്കുകയും ചെയ്തു. ഇനി എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞ ഗോവിന്ദേട്ടൻ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് അമ്മയോട് പറയണമെന്ന് ഞാൻ പറഞ്ഞത്. അത് കേട്ടതും രാധിക ചാടി എഴുന്നേറ്റു. എന്താ നീ പറഞ്ഞത്? കിഷോറിൻ്റെ ഭാര്യയാണ് അവർണികയെന്നോ? അവർണികയെയാണ് കിഷോർ കല്യാണം കഴിച്ചിരിക്കുന്നതെന്നോ? അപ്പം അതുകൊണ്ടാണോ ആ ഗീതു ബാംഗ്ലൂർക്ക് പോയിട്ട് കുറ്റിയും പറിച്ചുകൊണ്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നത്? അതെ അമ്മേ, അവൻ മറ്റൊരു വിവാഹം കഴിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഗീതു അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, അവനെ ഉറപ്പായിട്ടും അവനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അവൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് മനസ്സിലാക്കാൻ പറ്റാത്തത് ഗോവിന്ദേട്ടന് മാത്രമാണ്. ഇനി ഗോവിന്ദേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അമ്മയുമാണ്. മതിയടാ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. ഇനി ഉറപ്പായിട്ടും അവനും അവളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഇതോടുകൂടെ ഈ ഒരു കാര്യത്തോടുകൂടെ ഗോവിന്ദൻ ഗീതുവിനെ ഡിവോഴ്സ് ചെയ്യും. ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഗീതു ഗോവിന്ദും ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വലിയൊരു സമ്മാനം തരും. അമ്മേ, ഈ തെളിവൊക്കെ എനിക്ക് കൊണ്ടുതന്ന സുവർണ, നീ ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ്. നിനക്ക് ഞാൻ ഇതിന് എന്ത് പാരിതോഷികം വേണമെങ്കിലും തരും, നോക്കിക്കോ എന്നും പറയാം. എനിക്കൊന്നും വേണ്ട മാഡം, നിങ്ങളൊക്കെ വിജയിച്ച് കണ്ടാൽ മതി, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് സുവർണ അവിടെ വലിയ ആളാവുക. ഈ സമയം രാധിക ആ തെളിവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. എടി ഗീതു, നീ അന്വേഷണം ആ രജിസ്റ്റർ ഓഫീസ് വരെ എത്തിച്ചു എന്നറിഞ്ഞപ്പോൾ എങ്ങനെയാ നിന്നെ തകർക്കുക എന്നാലോചിച്ചിരിക്കുമായിരുന്നു ഞാൻ. ഇനി എന്തായാലും നിന്നെ തകർക്കാൻ എനിക്കധികം നേരമൊന്നുമില്ലടി, നിമിഷ നേരങ്ങൾ മാത്രം മതി നിന്നെ AGM ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്നും പിന്നെ ഈ തറവാട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ. എന്തായാലും കുറച്ചേരോടെ കാത്തിരിക്കടി, എൻ്റെ കണ്ണനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ എന്നും പറഞ്ഞ് രാധിക ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം വരുണും സുവർണയും മുഖത്തോട് നോക്കുക. എന്തായാലും ഗീതാഞ്ജലിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവും എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയും അജാസിനെയുമാണ്. അവർ രണ്ടുപേരും എത്തി. അവർ രണ്ടുപേരും വീട്ടിലെത്തിയതും ഗോവിന്ദ അജാസിനോട് പറയുക, ഇനി പോയിക്കോ അജാസ്, ഞാൻ സുരക്ഷിതമായിട്ട് എത്തിയല്ലോ എന്നും. ശരി സാർ, എന്നാൽ ഞാൻ അങ്ങോട്ട്. അപ്പോഴേക്കും രാധിക അങ്ങോട്ട് വരിക. അജാസ് ഒന്ന് നിന്നേ, രഘുറാമിൻ്റെ IT കമ്പനി നിങ്ങൾ മേടിച്ചു അല്ലേ? മേടിച്ചു മാഡം. അതിനെക്കുറിച്ച് അജാസിന് എന്താ അഭിപ്രായം? പറ അജാസ്. അത് സക്സസ് ആവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. മുന്നോട്ട് പോയി കഴിഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നമുക്ക് നഷ്ടപ്പെടില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. മനസ്സ് മാത്രം പറഞ്ഞാൽ മതിയോ? ഒരു ഉറപ്പുണ്ടോ അജാസ്? ഉറപ്പുണ്ട് മാഡം, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. പിന്നെ ഈ കാര്യം അവിടെ നിന്ന് ഞങ്ങളോടൊക്കെ ഉറപ്പിച്ച് സംസാരിച്ചത് ഗീതാഞ്ജലിയാണ്. ഗീതു മാഡം ഇങ്ങനെ വന്നൊരു കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് വലിയ സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഗീതു മാഡത്തിൻ്റെ വരവ്. ഗീതു മാഡം വന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഒത്തിരി സന്തോഷമായി. അതുകൊണ്ട് തന്നെ ഇനി മാഡം വിചാരിക്കുന്നത് പോലെ ആ കമ്പനിയും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും മാഡം. ആ കമ്പനിയിൽ നമ്മൾ വിജയിക്കും. ആയിക്കോട്ടെ, ഇത് ഗീതുവിൻ്റെ ബുദ്ധിയാണ് അല്ലേ? അതെ മാഡം, ഗീതുവിൻ്റെ ബുദ്ധിയാണ്. എന്നാൽ ശരി, അജാസ് പോയിക്കോ. ശരി മാഡം, ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് പോവുക. അജാസ് പോയി കഴിഞ്ഞതും രാധിക, കണ്ണാ നീ ഒന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ അങ്ങോട്ട് വിളിക്കുക. എന്നിട്ട് രാധിക അവിടെ മുറ്റത്ത് പോയി അങ്ങോട്ട് ചെടികളിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഗോവിന്ദ് വന്നു. എന്താ അമ്മ എന്തിനാ എന്നെ വിളിച്ചേ? അമ്മയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത്? എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ IT കമ്പനി നീ മേടിച്ചു, അതിൽ നമുക്ക് വല്ല ലാഭം ഉണ്ടാവുമോ മോനെ? ലാഭം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അമ്മേ. പാവ വർണിക, അവരുടെ ഹസ്ബൻഡ് ജയിലിലാണല്ലോ. അവനെ പോലീസുകാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് ആ കുട്ടി ഇത്രയും പാടുപെട്ടത്. ഈ രഘുറാമിൻ്റെ മരുമകൻ ആരാണെന്ന് നിനക്കറിയോ? അത് കേട്ടതും എനിക്കറിയില്ലമ്മേ. അവൻ്റെ പേരെന്താണെന്നറിയോ? പേരറിയാം. പേരെന്താ പറഞ്ഞത്? പേര് ആ കുട്ടി എന്നോട് പറഞ്ഞായിരുന്നു. കിച്ചു എന്നാ പറഞ്ഞത്. ബാംഗ്ലൂരിലേതോ പഴയ ബിസിനസ്സുകാരാണെന്നാണ് കേട്ടത്. ഡാമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് രാധികയുടെ ഒരൊറ്റ വാക്ക്. അത് കേട്ടതും എന്താ അമ്മേ, എന്ത് പറ്റി? എടാ, കിച്ചു എന്ന് പറയുന്നത് ഒരു കിഷോറാണ്, ഗീതുവിൻ്റെ കാമുകൻ കിഷോർ. അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഗീതു അവരുമായിട്ട് പെടാപ്പാട് പെട്ട് ഈ ഡീല് നിന്നെ കൊണ്ട് നടത്തിച്ചത്. അത് കേട്ടതും ഗോവിന്ദ് ഞെട്ടലോടുകൂടെ ഗോവിന്ദ് രാധികയെ നോക്കുകയാണ്.
ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ അപർണികയുടെ ഭർത്താവ് കിഷോറാണെങ്കിൽ ഗീതു അത് എന്നോട് പറഞ്ഞെന്നെ. നീ വെറും പൊട്ടൻ, അവളെ കണ്ണുടച്ച് വിശ്വസിക്കുന്ന നീ വെറും പൊട്ടൻ എന്നും. രാധിക, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതേടാ, അവൾ ഇത്രയും വലിയൊരു ചതി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നീ അവളെ സ്നേഹിച്ചുകൊണ്ട് നടക്കുക. രഘുറാമുമായിട്ട് അവൾക്ക് എന്താ ബന്ധമെന്ന് എനിക്ക് അപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായല്ലോ. അവളുടെ കാമുകനെ രക്ഷിക്കാൻ വേണ്ടിയാ അവൾ നിന്നെ കരുവാക്കിയിരിക്കുന്നത്. എന്തായാലും നീ ഒരു പൊട്ടനായി പോയതുകൊണ്ടാടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗീതുവിൻ്റെ കാര്യം ഇനി നീ തന്നെ തീരുമാനിക്കും എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് ഓഫീസിൽ നടന്നതും അവിടെ ഗീതു അവരായിട്ട് സംസാരിച്ചതും ഒക്കെ ഓർക്കുവാണ്. ഈ സമയം ഗോവിന്ദന് സംശയം മുറുകി. അതെ, ഗീതുവും രഘുറാമും അപർണികയും തമ്മിലുള്ള ബന്ധം കിഷോറാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദൻ്റെ മനസ്സ് കിടന്ന് പിടയാൻ തുടങ്ങി. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അതെ, വീണ് കിട്ടിയ അവസരം മുതലെടുത്ത് രാധിക ഗീതുവിനെയും ഗോവിന്ദനെയും തമ്മിൽ പിരിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്നതിനാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.